സഹോദരി സഹോദരന്മാർ, മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വികസനം പൊതുവെ നാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിന് പൊതുവിലും കണ്ണൂരിന് പ്രത്യേകിച്ചും ടൂറിസം വികസന രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറുന്ന ഒന്നാണ് ഇവിടെ ഒന്നാം ഘട്ടം പൂർത്തിയാകുന്ന ഈ പദ്ധതി. ഇവിടെ പറഞ്ഞു, ഏഷ്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ബീച്ചാണിത്. അപ്പോൾ ഡ്രൈവിംഗ് ബീച്ച് എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമുള്ള ബീച്ചാണ്. ടൂറിസ്റ്റുകൾക്ക് ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്യുക എന്നത് വലിയൊരു ഹരമായി മാറുന്നുണ്ട്. ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം ടൂറിസം രംഗത്ത് വലിയൊരു കുതിപ്പിലാണ് നിൽക്കുന്നത്. വിനോദസഞ്ചാരികൾ, ആഭ്യന്തര സഞ്ചാരികളുമുണ്ട്, വിദേശ സഞ്ചാരികളുമുണ്ട്. ഇവരെയെല്ലാം കൂടുതലായി ആകർഷിക്കാൻ ഈ ബീച്ചിന് കഴിയുമെന്നാണ് പ്രത്യേകത. ഇതോടൊപ്പം ധർമ്മടം ബീച്ചുണ്ട്. ധർമ്മടം ഐലൻഡുമുണ്ട്. ഇതിൻ്റെ എല്ലാം വികസനം ശരിയായ രീതിയിൽ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 233 കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതിയാണ് ഈ വികസനത്തിന് ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രദേശത്തെ വികസനം ഇതിൻ്റെ ഭാഗമായി വരുമെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആകെ ടൂറിസം വികസനത്തിന് ഈ പദ്ധതി ഉപകരിക്കും. ഈ പദ്ധതിയെ 4 ക്യാരക്ടർ ഏരിയകളായി വിഭജിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കാൻ ആരംഭിച്ചത്. മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വടക്ക് വശം, തെക്ക് വശം ധർമ്മടം ബീച്ച്, ധർമ്മടം ബീച്ച്, ഇത്രയുമാണ് ക്യാരക്ടർ ഏരിയകൾ. ഇതിൽ ആദ്യ ക്യാരക്ടർ ഏരിയയുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 62 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടപ്പിലാക്കിയത്. മറ്റ് ക്യാരക്ടർ ഏരിയയുടെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വടക്ക് വശത്ത് വാക്ക് വേ, കിഡ്സ് പ്ലേ ഏരിയ, റിഫ്രഷ്മെൻറ്റ് സെൻ്ററുകൾ,
വാഹന പാർക്കിംഗ് സൗകര്യം ഇവയെല്ലാം ഏർപ്പെടുത്തുകയും അതോടൊപ്പം മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ തെക്ക് വശത്ത് സീറ്റിംഗ് ഏരിയ, ടോയ്ലറ്റ്, കിയോസ്ക് പാർക്കിംഗ് ഇവയൊരുക്കും.